ഇന്ന് മിഹയുടെ കസിൻ അജിൻ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് വന്നിരുന്നു. അപ്പോൾ അജിനെയും കൊണ്ട് STCയിൽ ഒരു ഷോപ്പിങ്ങും ഒരു ഹെയർ കളറും റോയൽ കേരള ഫുഡിൽ നിന്ന് ഒരു മലയാളി ഷോപ്പിങ്ങും പിന്നെ നമ്മുടെ തറവാട്ടിൽ നിന്ന് അത്ര കേമമല്ലാത്ത ഒരു ഭക്ഷണം കഴിച്ച വ്ളോഗാണ്. ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്ത് ടിം ഹോട്ടൻസിൽ നിന്നായിരുന്നു. ടിം ഹോട്ടലിലെത്തി ഫോൺ എടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പ് കോൾ എടുത്ത് എല്ലാവരും വിളിച്ചറിയിച്ചു. അവർ കണ്ടുമുട്ടിയെന്ന്. പിന്നെ അവിടെ നിന്ന് കാപ്പിയെല്ലാം കുടിച്ചിറങ്ങി. അത് കഴിഞ്ഞ് അജിൻ്റെ വൈഫിനൊരു ചെയിൻ എടുക്കാൻ വേണ്ടി STCയിലുള്ള സെർവോസ് കീ വരെയാണ് ഞങ്ങൾ പോയത്. അടിപൊളി സ്റ്റോറായിരുന്നു. ഞാൻ അതിൻ്റെ ഒരുപാട് വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അവർ ചെയിൻ എല്ലാം സെലക്ട് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ അജിൻ്റെ ഹെയർ കളറിന് വേണ്ടി STC തന്നെയുള്ള ടോണിക് എന്ന് പറഞ്ഞൊരു സലൂണിലാണ് നമ്മൾ പോയത്. അടിപൊളി സലൂണായിരുന്നു. അവിടെ ചെന്ന് ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരവരുടെ ഹെയർ ഡിസൈൻ എല്ലാം കാണിച്ചു. അതെല്ലാം നമ്മുടെ മുടിയിൽ വെച്ച് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി റേറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് 1.5 മണിക്കൂർ സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാനും ഇച്ചു മിഹയും കൂടി അജിന് വേണ്ടി ഒരു മാംഗോ ഡയമണ്ട് സ്ലഷ് റിയൽ ഫ്രൂട്ടിൽ നിന്ന് മേടിച്ചു. അതെല്ലാം കൊടുത്ത് ആൾ കുടിച്ച് റെഡിയായി. ആളുടെ ഹെയർ കളറെല്ലാം ചെയ്ത് സ്മാർട്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റോയൽ കേരള ഫുഡിലാണ് പോയത്. എൽസ്മേയർ റോഡിലുള്ള അവിടെ നിന്ന് ഒരു കുഞ്ഞ് മലയാളി ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നാണ് അജിൻ വന്നുകൊണ്ട് ഇവിടെ കിട്ടുന്ന എല്ലാ ഗ്രോസറീസും കിട്ടില്ല. അതുകൊണ്ട് കിട്ടാത്ത പനങ്കൽക്കണ്ട്, ചുക്ക് കാപ്പി, പിന്നെ മൺചട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം മേടിച്ച് ടയേർഡായി. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ തറവാട്ടിലോട്ടാണ് പോയത്. തറവാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു. 3-4 ടേബിൾ ക്ലീൻ ചെയ്തിട്ടിരുന്നു. വലിയ തിരക്കില്ലാത്ത സമയമായിരുന്നു. പിന്നെ അതെല്ലാം ഓക്കെ. അവരുടെ മെനു എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഒരു കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു, ഒരു പൊതിച്ചോറ് ഓർഡർ ചെയ്തു, 4 പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് ചാപ്സും ഓർഡർ ചെയ്തു. കപ്പ ബിരിയാണി അടിപൊളിയായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. ബീഫും പൊറോട്ടയും ബീഫ് ചാപ്സും കൂടായിരുന്നു. പിന്നെ പൊതിച്ചോറിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇതിനേക്കാളും ബെറ്റർ പൊതിച്ചോറ് കേരള കഫേ കിട്ടും. അത് തുറന്ന് കറികളും കുറവായിരുന്നു. പിന്നെ ഒരു അലൂമിനിയം ഫോയിലിൽ അങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കേരള കഫേയിൽ ഒരു പേപ്പർ ബനാന ലീഫ് എല്ലാം വെക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാളെ ഡൗൺ ടൗണിൽ പോകണം, അത് കഴിഞ്ഞിട്ട് നയാഗ്രയിൽ പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ദെൻ.